ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ കുറച്ച് സ്റ്റോക്സും അതുപോലെ ലെവൽസും ഇതേപോലെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ലെവൽസ് വെച്ചിട്ട് ഈ സ്റ്റോക്സിൽ നമുക്ക് എങ്ങനെ ഡേ ട്രേഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യം കൊടുത്തിരുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് GNFC ആയിരുന്നു. ഒരു 10:35 കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ 670.40 669.60 ആയിരുന്നു ലെവൽസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് ഇപ്പോൾ ആ ലെവൽസിന് മുകളിൽ ട്രേഡ് ചെയ്തപ്പോഴാണ് ഈ ലെവൽസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽസ് മാർക്കറ്റിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്ക് സെൽ ചാൻസ് ഉള്ളത്. അതല്ലെങ്കിൽ ഈ സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുമ്പോൾ നമുക്ക് ബൈ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ലെവൽസിൽ ടച്ച് ചെയ്തിട്ട് ഗ്രീൻ ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബൈയിലേക്ക് പോവാം. അതല്ല താഴെ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോവാം. അപ്പോൾ അതനുസരിച്ച് കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഈ ഒരു GNFCയിൽ വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഇത് GNFCയുടെ ചാർട്ടാണ്. അപ്പോൾ ആ സമയത്ത് കൊടുത്തിരുന്ന ലെവൽസ് ആയിരുന്നു 670, 40, 669, 60. നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റും ജസ്റ്റ് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലെവൽസ് 669, 60 താഴെ ബ്രേക്ക് ഔട്ട് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ സെല്ലാണ് വരുന്നത്. നമുക്കാണെങ്കിൽ ഈ ഒരു പോയിന്റ് സെല്ല് എടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കേണ്ടത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിന് തൊട്ട് മുകളിലായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇത് നമുക്ക് ടാർഗറ്റ് ആയിട്ട് കാണേണ്ടത് നമുക്ക് ഇവിടുന്ന് ഒരു ടൂൾ കിട്ടും, ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ നമ്മൾ ആ സെല്ല് എഴുതുന്ന പോയിന്റിൽ നിന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരെ ആദ്യം കണക്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ റിസ്ക് റിവാർഡ് ഇപ്പോൾ 1.75 കാണുന്നത്. അപ്പോൾ എപ്പോഴാണ് 2 വരുന്നത്, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം 2 വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് കാണാം. ഈ ഒരു പോയിന്റ് ടാർഗറ്റ് ആയിട്ട് കാണാം. ഇനി മാർക്കറ്റിന്റെ ആ ഒരു മൂവ്മെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു റിസ്ക് റിവാർഡ് 2 വെക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ 10 ട്രേഡിൽ 5 ട്രേഡ് സക്സസ്ഫുൾ ആയാൽ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് പ്രോഫിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ 1:2 മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത സ്റ്റോക്സ് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റോക്സ് ആക്സിസ് ബാങ്ക് ആയിരുന്നു. അപ്പോൾ 1190-20 ലെവൽസിലാണ് നമ്മൾ ആ ലെവൽസ് കൊടുത്തിരുന്നത്. 1184-40, 1183-75. അപ്പോൾ ഈ ഒരു ലെവൽസ് ഇപ്പോൾ ആക്സിസ് ബാങ്കിൽ സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ ഒന്നുകിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ സപ്പോർട്ടിൽ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുമ്പോഴാണ് നമുക്ക് എൻട്രി ഉള്ളത്. അപ്പോൾ ആക്സിസ് ബാങ്കിൽ ഈ ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്ലോസിങ്ങിൽ തന്നെ അവിടെ സെല്ല് ചെയ്യാം. ഈ ക്ലോസിങ് പോയിന്റ് ആണ് നമുക്ക് സെല്ല്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് ഇതായിരുന്നു, ആ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ കാണാൻ പറ്റത്തില്ല, കാരണം അവിടെ നമുക്കറിയാം ആ റെസിസ്റ്റൻസ് ഉണ്ടെന്ന്. നമുക്ക് 11.82-60 ആയിരുന്നു നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് മുകളിലുള്ള ക്യാൻഡിൽ, അതിന് മുകളിൽ വരുന്ന ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത്. ഓക്കെ, അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ ടച്ച് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാം. ഇനി നമുക്ക് അതിൻ്റെ ടാർഗറ്റ് നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മൂവ്മെന്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ടാർഗറ്റ് നമ്മുടെ ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഒരു ടാർഗറ്റും ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോക്സ് കൊടുത്ത് നോക്കാം. അടുത്തത് സിഞ്ചിനിയാണ്. അപ്പോൾ സിഞ്ചിനി നമ്മൾ കൊടുത്തിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് 887-65, 886-90 ലെവലായിരുന്നു. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിന്നിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സിഞ്ചിനിയിൽ ആ സമയത്ത് ലെവൽസ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂവ്മെന്റ് ഒന്ന് നോക്കാം.
ഓക്കെ, അപ്പം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇവിടെ ആ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്തു, നമ്മുടെ ആ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്തു, മുകളിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്ലോസിൽ ബൈ ആണ് ശരിക്കും വരുന്നത് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ച്. അപ്പോൾ നമുക്കിവിടെ ബൈ എടുക്കാം. ഇനി നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽസിന് തൊട്ട് താഴെ, അതായത് 886.90 താഴെ ഈ ഒരു ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലോയ്ക്ക് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഓക്കെ, ഇത് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്. ലോങ് പൊസിഷൻ എടുത്താൽ മതി. വൺ ഇസ് ടു ടു. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വരുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക മാത്രമല്ല, ആ ഒരു ക്യാൻഡിൽ നമ്മുടെ ആ സപ്പോർട്ടിന് താഴെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബൈ എക്സിറ്റ് ചെയ്ത് ഇനി നമ്മൾ സെല്ലിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസേ വന്നിട്ടുള്ളൂ. ഇനി നമുക്കവിടെ സെല്ലിലേക്ക് പോകാം. ഈ ഒരു പോയിന്റിൽ നിന്ന് സെല്ല്. ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലുള്ള ക്യാൻഡിൽ നോക്കാം. അതിന് മുകളിൽ ഉള്ള ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇത് തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ക്യാൻഡിൽ. അപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള ക്യാൻഡിൽ എടുക്കാം. കാരണം നമുക്ക് 887.65 മുകളിലുള്ള ക്യാൻഡിലിന്റെ ഹൈക്ക് മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉണ്ടത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടാർഗറ്റ് നോക്കാം. ഷോർട്ട് പൊസിഷൻ. ഈ ഒരു പോയിന്റാണ് നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി നമുക്ക് മൂവ്മെന്റ് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആദ്യത്തെ ട്രേഡിൽ നമുക്ക് ചെറിയ ലോസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ രണ്ടാമത്തെ ട്രേഡിൽ നമുക്ക് നല്ലൊരു പോയിന്റ്സ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു അടുത്ത ട്രേഡ്, അതായത് ഫസ്റ്റ് ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ട്രേഡ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങി വന്നിരുന്നു. കണ്ടോ, നല്ല രീതിയിലായിരുന്നു ഇറങ്ങി വന്നിരുന്നത്. അപ്പോൾ നമുക്ക് 1:2 തന്നെ ആ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് പോകണം. പക്ഷെ നമുക്കറിയത്തില്ല മാർക്കറ്റ് തിരിച്ച് കയറുമെന്ന്. അതുകൊണ്ട് നമുക്ക് 1:2 തന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർക്ക് ആണെങ്കിൽ ആദ്യം തന്നെ പേപ്പർ ട്രേഡ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ലെവൽ വർക്കിംഗ് ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ലൈവ് ട്രേഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ഈ ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോളിയം സ്പൈക്ക് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മളിവിടെ വോളിയം സ്പൈക്ക് വന്നപ്പോഴാണ് ആ ഒരു ലെവൽസ് ഇവിടെ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റോക്സിൽ വോളിയം സ്പൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഡയറക്ഷനിൽ എന്തായാലും മൂവ് ചെയ്യും. ഒന്നുകിൽ അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രാറ്റജി നമ്മൾ അത് ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ ബൈ സൈഡ് ലോസ് വന്നിട്ടും നമുക്ക് സെൽ സൈഡ് പ്രോഫിറ്റ് വന്നിരുന്നത്. അത് നമ്മൾ ആ റിസ്ക് റിവാർഡ് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഓപ്ഷൻസിന്റെ ലെവൽസും കൊടുക്കുന്നുണ്ട് കാലത്ത് തന്നെ. ഒക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെയാണ് ഈ ഓപ്ഷൻസിന്, അത് നിഫ്റ്റിയുടെ പിന്നെ എക്സ്പയറി വരുന്ന ഇൻഡെക്സിന്റെ ലെവൽസ് ആണ് കൊടുക്കുന്നത്. അത് മറ്റൊരു വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ ലെവൽസ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് ലൈവ് ട്രേഡ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ടാർഗറ്റും കിട്ടാറുണ്ട്. ഓക്കെ, നമ്മളോട് പെർഫോമൻസും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ടോ, അതിനുശേഷം വരുന്ന പെർഫോമൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് സൈഡ് വൈസ് മാർക്കറ്റിൽ മാത്രമാണ് സ്റ്റോപ്പ് ലോസ് കൂടുതൽ ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം 2 ട്രേഡ് നോക്കിയാൽ മതി. അതായത് ബൈയും സ്റ്റോപ്പ് ലോസ്, സെല്ലും സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട, ആ ഒരു സ്റ്റോക്സിൻ്റെ ട്രേഡ് അവസാനിപ്പിക്കാം. പിന്നെ അടുത്ത സ്റ്റോക്സ് വരണമെങ്കിൽ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിക്കോളാസ് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ പേരിൽ ഒരുപാട് ഫേക്ക് ചാനൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ,
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.